വെള്ളവസ്ത്രം നല്ലതാ, മീശ അടിക്കുന്നത് നല്ലതാ, ആഭരണം ധരിക്കാതിരിക്കുന്ന നല്ലതാ. പക്ഷെ അതല്ല വിഷയം. ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാകണം. ബലഹീനതയുള്ള ഈ കുഞ്ഞിനെ യോസേപ്പ് ഉയർത്തി വെച്ച് പറഞ്ഞ്, കർത്താവ് ഇതിനെ വർദ്ധിപ്പിച്ചു തരണം. ഞാൻ ഓർപ്പിച്ചല്ലോ, നമുക്ക് പ്രയാസമുള്ളതെല്ലാം ദൈവകരങ്ങളിൽ കൊടുക്കണം. സ്തോത്രം. അത് ദൈവം അതെല്ലാം പരിഹരിക്കും. എന്നാൽ നാം ചെയ്യേണ്ട കാര്യം നാം ചെയ്യുകയും ചെയ്യണം. എന്നാൽ ആത്മീക ലോകത്ത് പലരും ദൈവം ചെയ്യേണ്ട കാര്യം നമ്മളും ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യമല്ല ദൈവത്തെ ഏൽപ്പിക്കുക. സ്തോത്രം. ഉദാഹരണം ഉണ്ടാക്കാനല്ല, ഉദാഹരണമാ. അമ്മായിയമ്മ രോഗിയായിട്ട് കട്ടിലേ കിടക്കുന്നു. അപ്പോൾ അമ്മായിയമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും കുളിപ്പിക്കുകയും വൃത്തിയാക്കുകയും ശുചിത്വമായിട്ട് പരിപാലിക്കുകയും ചെയ്യേണ്ടത് മരുമകളാ അല്ലെ മകളാ വീട്ടിലുണ്ടെങ്കിൽ. അത് ദൈവമല്ല. ദൈവം രാവിലെ സോപ്പും ബക്കറ്റും വെള്ളമായിട്ട് വന്ന് തള്ളയെ കുളിപ്പിക്കേണ്ട കാര്യം. ഞാൻ ഉദാഹരണമായി പറഞ്ഞ ഉടക്കുണ്ടാക്കാനും മുഖം വീർപ്പിക്കാനുമല്ല. എഴുന്നേറ്റ് പോവുകയും ചെയ്യരുത്. താൻ തന്നെ ഇരുന്ന് പ്രസംഗിച്ചോ എന്നൊക്കെ നിന്നും. അപ്പൊ അത് നാം തന്നെ ചെയ്യേണ്ടതാണ്. എന്നാൽ അമ്മായിയമ്മയെ സൗഖ്യമാക്കുന്നത് ദൈവമാണ്. അപ്പൊ അത് ദൈവകരങ്ങളിൽ കൊടുക്കണം. യേശുവേ, ദൈവമേ, ഈ മാതാവിന് പൂർണ്ണ വിടുതൽ ദൈവം കൊടുക്കണം. പക്ഷെ ഇന്ന് നേരെ ചില തിരിച്ചാണ്. അപ്പുറത്തെ മുടിയിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കുക, സൗഖ്യമാണ് സൗഖ്യമാണ്, അമ്മയ്ക്ക് അമ്മ വെള്ളം കുടിക്കാൻ അവിടെ കിടക്കുക. മനസ്സിലാകുന്നുണ്ടല്ലോ. ഉദാഹരണം പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകാന്. ലയോ കഴിഞ്ഞാൽ എന്താണ് പുള്ളി ഏതാണ്ടെല്ലാം പറഞ്ഞൊന്നും പിടികിട്ടിയില്ല. എല്ലാം കൂടെ നല്ല ഓളമായിരുന്നു. ഓളം ഉണ്ടാക്കാനല്ലല്ലോ നമ്മളിവിടെ കൂടുന്നത്. എവിടെ കൂടിയാലും ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും, നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. നാം ചെയ്യേണ്ടത് ദൈവത്തെ ഏൽപ്പിക്കരുത്, ദൈവം ചെയ്യേണ്ടത് നമ്മൾ കയറി. അതായി കുഴപ്പം. വചനത്തിൽ നിന്ന് ഉദാഹരണം തരാം. പത്രോസ് 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് 4 ചേവകളുള്ള 4 കൂട്ടത്തിനിടെ കിടക്കുക. യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. പത്രോസിനെ കൊല്ലാനായി പിടിച്ചിട്ടത്. പിന്നെ ആയതുകൊണ്ട് വായിച്ചേ 12:1. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. അത് സെന്റൻസ് പൂർത്തീകരിച്ച് വായിച്ചേ. അല്ല, നിർത്താതെ വായിക്കണം. അല്ലല്ല, റസാറാവട്ടെ. നിക്ക് തോക്കിൽ കയറി പിടി വെക്കരുത്. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടിയ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചോ. അക്കാലത്ത് ഹെരോദ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. ഈ സഭയിൽ എല്ലാവരും വരുന്നെങ്കിൽ എല്ലാവർക്കും ഒന്നും പോരാട്ടവും പ്രതികൂലവും ഇല്ല. ചിലരെ പീഡിപ്പിക്കേണ്ടതിന്. സഭയ്ക്കകത്ത് ഒത്തിരി ആളുണ്ട്, പക്ഷെ പീഡയാക്കാം എന്റെ വീട്ടിൽ എല്ലാവരും പ്രതികോസ് ആയിരിക്കും, പക്ഷെ പ്രതികൂലം അതിനകത്ത് എല്ലാവർക്കും കാണുകയല്ല. ചിലപ്പോ ഭർത്താവ് പ്രമാണത്തിന് വേണ്ടി നിൽക്കായിരിക്കും, ഭാര്യയ്ക്കും പിള്ളേർക്കും വലിയ പ്രമാണമൊന്നും കാണുകയല്ല. അപ്പൊ പ്രമാണത്തിൽ നിൽക്കുന്ന ഭർത്താവിന് ആ പ്രശ്നം. ചിലടത്ത് ഭാര്യ ആയിരിക്കും പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്നത്, പിള്ളേര് ഭർത്താവും ബോധിച്ചതുപോലെ. അപ്പോൾ പ്രമാണത്തിൽ നിൽക്കുന്ന ഭാര്യയ്ക്ക് ആ പ്രശ്നം. ചില വീടുകളിൽ മാതാപിതാക്കൾ പ്രമാണത്തിന് വേണ്ടി നിൽക്കും, പിള്ളേര് തോന്നിയതുപോലെ. അപ്പോൾ പ്രമാണത്തിന് വേണ്ടി ഉപദേശത്തിന് നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പ്രശ്നം ഉണ്ടാകും, പോരാട്ടം. ചില വീടുകളിൽ പിള്ളേർ പ്രമാണത്തിന് നിൽക്കും, തന്റെ തലയെല്ലാം ബോധിച്ചതുപോലെ. അപ്പൊ പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന പിള്ളേർക്ക്. പക്ഷെ എല്ലാരും ഞായറാഴ്ച സഭാകളിൽ വരുന്നുമുണ്ട്. കോഴിയും കുഞ്ഞുങ്ങളും വരുന്നത് പോലെ കൊത്തിയും ചകഞ്ഞും അല്ല വരുന്നുണ്ട്. ഒരേ കസാര കയറി ഇരിക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ നേരത്തെയൊക്കെ സീറ്റ് പിടിക്കുന്നവരുമുണ്ട്. കൊടയും ബാഗും എല്ലാം കൊണ്ട് വെച്ചേച്ചങ്ങ് ഇപ്പൊ കിടത്തുള്ളവരോട് കുപ്പി വരെ ഇറക്കി വെച്ചേക്കുക. നല്ല കാര്യം, ഇരിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണല്ലോ, അത്. പക്ഷെ ഇതിനകത്ത് പ്രമാണത്തിനും പ്രതിഷ്ഠയ്ക്കും വ്യവസ്ഥയ്ക്കും ഉപദേശത്തിനും വേണ്ടി നിൽക്കുന്ന തരത്തിലുള്ള പേരാണ്.
നന്നായിട്ട് പെന്തിക്കോസില നല്ല കാര്യം അഭിനന്ദിക്കുന്നു. പ്രമാണവത്രണത്തിനുണ്ട്. ഇത് പറയുമ്പോ നമ്മുടെ തോമാചാൻ ഉണ്ടെങ്കിൽ യോഗത്തിനൊരു കൊഴുപ്പ് വരുമ്പോൾ സ്തോത്രം. കമ്മലും മാലയും ഊരിയത് കൊണ്ട് കാര്യമായില്ല. അകതി ഉണ്ടെങ്കിലും ഊരാ ഇല്ലേ? അതിന്റെ ഭയങ്കര കരുത്തിന്റെ ഇടത്ത് വശത്ത് അത് എന്നാന്നറിയാമല്ല. ഞാൻ ഇപ്പൊ അങ്ങ് അങ്ങനെ ഊരാ. അത്യാവശ്യം വന്നപ്പോൾ പണയം വെച്ചു, എടുക്കാനും ഒത്തില്ല. അത് അവിടെ നിന്ന് അങ്ങ് അങ്ങനെ ഊടുന്നവരുണ്ട്. വീട്ടിലൊരു ആവശ്യം വന്ന് വിറ്റു, എന്നാ ഇനി വേണ്ട. അല്ല, പ്രമാണത്തിനല്ല. ഇട്ടോണ്ട് പോയപ്പോ കൊളുത്തകന്ന് കാണാതെ പോയി. എന്നാ ഇനി മേടിക്കാനും മനസ്സിലാകുന്നില്ല. ഇത് ഊരിയിട്ട് വലിയ കാര്യമില്ല. ഊടുന്ന നല്ലതാ. ഇതെല്ലാം ഊരി വെച്ച് പിന്നെയും ബോധിച്ച പോലെ നടക്കുന്നെങ്കിലോ മദ്യ വെട്ടി കഴിയ പോലെ ഇരിക്കുക. തലയും മാലും എല്ലാം കണ്ടിട്ടില്ലേ? വെട്ടി കഴുകി വെച്ച പോലെ. നല്ലതാ, പക്ഷെ ഊരിയത് കൊണ്ട് മാത്രമായില്ല. മീശ പഠിക്കുന്നത് നല്ലതാ, നല്ലതാ. ചേന എത്തിയതുപോലെ ചേന എത്തുന്ന കണ്ടിട്ടില്ലേ? തപ്പും തടവും ഒന്നുമില്ലല്ലോ, നല്ലതാ. പക്ഷെ മീശ പഠിച്ചുകൊണ്ടായില്ല. നോർത്ത് ഇന്ത്യയിൽ ചെന്ന എല്ലാരും മീശ പഠിച്ചവരാ. ഒരു 90% പോകുന്ന കണ്ടാൽ നമ്മളോട് സെൻട്രൽ പാസ്റ്റ് പോവുകയാണ്. പാസ്റ്റ് എന്ന് കയറി വിളിക്കുകയും ചെയ്യരുത്. വെള്ളവസ്ത്രം നല്ലതാ, പക്ഷെ ഇല്ല തള്ളയും വെള്ളവസ്ത്രം ഉപയോഗിക്കുന്നത് മിക്കപ്പോഴും. ഏത് തള്ളയാണെന്ന് ഇപ്പൊ എന്നോട് ചോദിക്കരുത്. സ്തോത്രം. വെള്ളവസ്ത്രം നല്ലതാ, മീശ അടിക്കുന്നത് നല്ലതാ, ആഭരണം ധരിക്കാതിരിക്കുന്ന നല്ലതാ. പക്ഷെ അതല്ല വിഷയം. ജീവിതത്തിൽ ക്രമീകരണം ഉണ്ടാകും. സ്തോത്രം. ഞാൻ എപ്പോഴും പറയും, ഓരോ യോഗം കൂടുമ്പോൾ ജീവിതത്തിന് ക്രമീകരണം. യോഗം കഴിയുമ്പോൾ ജീവിതം ക്രമീകരിച്ചോണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് ഒക്കത്തില്ല. പണ്ട് കാലം ഭൂക്കെന്ന മത്സരമുണ്ടായെന്ന് പറഞ്ഞ പോലെ ഭൂക്കെന്ന മത്സരമുണ്ടാകാൻ ഒക്കുകയില്ല. അതിനെന്ത് പഠിത്തമുണ്ട്? ഒറ്റ ദിവസം കൊണ്ട് മാനസാന്തരപ്പെടാം. പക്ഷെ സ്വഭാവ രൂപീകരണം ഓരോ ദിവസവും വചനം കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ, ആരാധനയിൽ വന്നു കഴിയുമ്പോൾ ഓരോ നിമിഷം ക്രമീകരിച്ചോണം. സ്തോത്രം. അവൻ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യും, നാം ചെയ്യേണ്ടത് നാം ചെയ്യണം. അതൊരു ഉദാഹരണമാണ്. അക്കാലത്ത് ഹെരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കണം. എല്ലാവർക്കും പീഡയില്ല, ചിലർക്കേ ഉള്ളൂ. സഭയ്ക്കകത്ത് ധാരാളം ആൾക്കാർ കാണും. ചിലപ്പോൾ നല്ല ഗ്രോത്താ, അത് നല്ല കാര്യം. നേരത്തെ പോയില്ലേ, സീറ്റ് കിട്ടുകയില്ല, പാർക്കിംഗ് സൗകര്യവും. അതൊക്കെ നല്ല കാര്യം. പക്ഷെ അതിനകത്ത് വ്യവസ്ഥയ്ക്കും ചിട്ടയ്ക്കും പ്രമാണത്തിനും ഉപദേശ ഐക്യത്തിനും ആമൻ വേർപാട് പാലിച്ചു നിൽക്കുന്ന എത്ര എണ്ണമുണ്ട്. അവർക്ക് ആ പ്രശ്നം. സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് ഞാൻ എപ്പോഴും പ്രസംഗത്തിൽ പറയും, നിങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം. അപ്പനും അമ്മയും ശിംശോനും കൂടെ ആ തിന്നലേക്ക് പോയത്. പക്ഷെ സിംഹം ചാടി വന്ന ആരുടെ നേർക്കാം? ശിംശോന്റെ നേർക്കാം. 3 പേരും കൂടെ പോയത്. പക്ഷെ സിംഹം ചാടി വന്നത് ശിംശോന്റെ നേരെയാണ്. വീട്ടിൽ നിന്ന് 3 പേരും പെന്തിക്കോസിലാണ്, നല്ല കാര്യം. പക്ഷെ അലറുന്ന സിംഹം വന്ന പോലെ പറയുമ്പോൾ ആ കാര്യം പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നമില്ല. അല്ലെ, ചില നമ്മുടെ കുടുംബക്കാർ ചോദിക്കുന്നത്, നിങ്ങൾക്ക് മാത്രം തന്നെ ഇത്ര വ്യവസ്ഥ? അവര് പെന്തിക്കോസിലല്ലേ, നിങ്ങൾക്ക് മാത്രം ഇത്ര ചോദിക്കില്ലേ ചിലത്? നിങ്ങൾ ഈ നേർച്ച അങ്ങ് കഴിക്കാൻ, അവര് പെന്തിക്കോസുകാരെ വർഷങ്ങളായിട്ട് അവരിത് കഴിച്ചല്ലേ ഞങ്ങൾ കൊടുത്തത്, നിങ്ങൾക്ക് മാത്രം തന്നെ ഇത്ര വിശേഷം? പാച്ചോറ് വരുന്ന ചാരിയിരിക്കുന്നത്. ഈയിടെ ചോദിച്ചു, ഇനി കിട്ടുകയാണ് തങ്കമ്മച്ചിലും കൂടെ, നിങ്ങൾക്ക് മാത്രം? നിങ്ങളെ പോലെ പെന്തിക്കോസുകാരില്ലേ, അവർ ആരാധന എത്ര ആഴ്ച മുടക്കിയ കല്യാണത്തിന് കൂടിയത്? നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ ആരാധന? നിങ്ങളെക്കാൾ പഴയ പെന്തിക്കോസുകാരാ. പഴയന്റെ ഒന്നും വിചാരം
ചോദിക്കില്ല ഇതിന് സ്തോത്രം. നിങ്ങളെക്കാളും കൂടുതൽ ആൾക്കാരുണ്ടല്ലോ അവിടെ. നിങ്ങൾ 4-3 പേര് കുത്തിയിരിക്കുക. ഇങ്ങനെ ആ 7 കൂടെ മിക്കവാറും പോകാനാ. സ്തോത്രം. ഞാൻ ഉദാഹരണമായിട്ട് എല്ലായിടത്തും പറയുന്ന കാര്യമാണ്. ആകാശം വിശാലമാണ്, പക്ഷെ പ്ലെയിൻ എല്ലായിടത്തോടും വിടുകയല്ല. പൈലറ്റ് പറയാണ്ട് അതിലെ വിട്ടേക്കാം. പോവോ? ആടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. റൂട്ടുണ്ട്. കൂടെ ഇരുന്ന പൈലറ്റ് പറയാം നമുക്ക് ഇതിലേക്ക് അങ്ങോട്ട് വിട്ടേക്കാം, മറ്റേ വേറെ പ്ലെയിൻ വരുന്നുണ്ട്, വിശാലമായിട്ട് എടുക്കയില്ല. അല്ലെങ്കിൽ വിട്ടാൽ കുഴപ്പമില്ല, ചെല്ലേണ്ടടുത്തൊന്നും ചെല്ലുകയല്ല. സ്തോത്രം. കടല് വലിയ വിശാലമാണ്. സമുദ്രങ്ങൾ ധാരാളമുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രം, പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, സമുദ്രങ്ങൾ ധാരാളമാണ്. പക്ഷെ കപ്പൽ എല്ലായിടത്തൂടെയും വിടുകയല്ല. കപ്പലിന് പോകാൻ ചാലുണ്ട്. നമുക്കുള്ള ചാല് തിരുവനന്തപുരം. ഈ ചാല് കൂടെ മാത്രമേ പോകാൻ പറ്റൂ. ഇതാ നമ്മുടെ ചാല്. സഭകൾ ഇഷ്ടംപോലെ ഉണ്ട്, കൂട്ടായ്മകൾ ഇഷ്ടംപോലെ ഉണ്ട്, പ്രസംഗങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട്. ഉപദേശിമാരാണ് മുണ്ടെടുത്തുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, പാൻറ് ഇട്ടുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, ജിബ്ബായ്ക്ക് ഇറക്കം കൂട്ടി പ്രസംഗിക്കുന്നവരുണ്ട്, നിക്കറിട്ടുകൊണ്ട് പ്രസംഗിക്കുന്ന ഉപദേശിമാര് ഉണ്ട്. ഇതുപോലെ ജിബ്ബായിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്, ഷർട്ടിട്ട് പ്രസംഗിക്കുന്നവരുണ്ട്, കോട്ടും ടൈയും കെട്ടി, അത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല, പ്രസംഗിക്കുന്നവരുണ്ട്. ടീഷർട്ട് ഇട്ട് പ്രസംഗിക്കുന്നവര് ഉണ്ട്, മീശ വെച്ചോട്ട് പ്രസംഗിക്കുന്നവരുണ്ട്, മീശ ഇല്ലാതെ പ്രസംഗിക്കുന്നുണ്ട്, താടി വെച്ച് പ്രസംഗിക്കുന്നവരുണ്ട്. ഇല്ലേ? ആണ് പ്രസംഗിക്കുന്നുണ്ട്, പെണ്ണുങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. ആണും പെണ്ണും കൂടെ ഒന്നിച്ച് ചേർന്ന് നിന്ന് തലയെ തുണിയിട്ട് പ്രസംഗിക്കുന്ന പെണ്ണുങ്ങളുണ്ട്, തലയെ തുണിയിടാതെ പ്രസംഗിക്കുന്നുണ്ട്. ഏത് ടൈപ്പ് നമുക്ക് കിട്ടുമല്ലോ. വചനം തന്നെ പറയുന്നവരുണ്ട്, ഉപമകൾ പറയുന്നവരുണ്ട്, ഏത് ടൈപ്പും. കഥകൾ പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്, അശ്ലീലം പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്, സഭ്യമായ കാര്യങ്ങൾ പറഞ്ഞ് ഏത് ടൈപ്പ് വേണേലും അടിച്ചു കൊടുത്താൽ കിട്ടും. ഇല്ലേ? നിങ്ങൾ പറ. ആൾക്കാരെ രസിപ്പിച്ച് പ്രസംഗിക്കുന്നവരുണ്ട്, കരഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്, ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നവരുണ്ട്. ഇല്ലേ? ഏത് ടൈപ്പും കിട്ടും നമുക്ക്. സ്തോത്രം. സ്തോത്രം. യോഗത്തിന് യാതൊരു പഞ്ഞമില്ല. സഭകൾക്ക് പഞ്ഞമുണ്ട്, ഇഷ്ടം പോലെ സഭ, ഏത് ടൈപ്പ് സഭ വേണേലും ഉണ്ട്. പക്ഷേ ഈ റൂട്ടിൽ കൂടെ പോയാലേ അങ്ങനെ അവനമ്മ പട്ടണത്തിൽ ആരു കടന്നീടും പാപമറ്റ ജീവിതം നയിച്ച വേറല്ലോ. പാപനമ്മ പട്ടണത്തിൽ ആരു കടന്നീടും പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ. നീതിയായി നടന്നോ നേർ പറഞ്ഞു മണ്ണിൽ പാതിവൃത്യമുള്ള പണമാട്ടി മാത്രമേ, പണമാട്ടി മാത്രമേ. നീതിയായി നടന്നോ നേർ പറഞ്ഞു മണ്ണിൽ പാതിവൃത്യമുള്ള പണമാട്ടി മാത്രമേ, പണമാട്ടി മാത്രമേ. ഈ ഭൂമിയിലെ വാസമാണ് എന്റെ നിത്യമീട്, എന്റെ നിത്യമീട്. ഈ ഭൂമിയിലെ വാസമാണ് നിത്യമീട്, എന്റെ അരമയർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ ശ്രദ്ധിക്കേണ്ട വിഷയം, എല്ലാവർക്കും പ്രശ്നമില്ല. ധാരാളം പെന്തിക്കോസ് വിശട്ടിച്ച് വാഗ്ദാന ദേശത്തൊക്കെ ധാരാളം പെന്തിക്കോസുകാരുണ്ട്. വളരെ നന്നായിരിക്കുന്നു, അഭിനന്ദിക്കുന്നു. പക്ഷെ അതിനകത്ത് പ്രമേണത്തോടെ ജീവിക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. കേരളത്തിൽ ധാരാളം പെന്തിക്കോസുകാരുണ്ട്. ജനസംഖ്യ അനുസരിച്ച് വർദ്ധിച്ചിട്ടില്ല എങ്കിലും ഏറെക്കുറെ. സ്തോത്രം. സഭകളും ധാരാളമുണ്ട്. പക്ഷെ ഇതിനകത്ത് പ്രമേണത്തിൽ നിൽക്കുന്ന എത്ര എണ്ണം ഉണ്ടെന്നുള്ളത്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം.
അവർക്ക് ആ പ്രശ്നം. ആൾക്കാർ ചോദിക്കും, നിങ്ങൾക്ക് മാത്രം തന്നെ ഇത്ര സ്തോത്രം, നിങ്ങൾക്ക് മാത്രം ഒരു വിശേഷത. കുടുംബക്കാർ ചോദിക്കും, വീട്ടിൽ എന്തിനാ അവരുടെ കാര്യം, നമ്മുടെ കൂടെ ആരാധിക്കുന്നവർ ചോദിക്കുമല്ലോ, എന്തിന് ഇനി അവരുടെ കാര്യത്തിന് പോകുന്നത്. അടുത്തിരിക്കുന്ന പുള്ളി ചോദിക്കും. അന്നേരം ഈ മട്ടൻ ചോദ്യം കേൾക്കുമ്പോ നമ്മൾ മിണ്ടായിരിക്കുന്നതാ. പണ്ട് എന്നാണ് ഞാൻ പറഞ്ഞതാ, ഈ പട്ടര് ഇന്റർവ്യൂവിന് അങ്ങോട്ട് ചെന്നു. അപ്പം ആൾക്കാർ നേരം നിന്ന് ഇന്റർവ്യൂ ചെയ്യുക, ജോലിക്ക് സെലക്ട് ചെയ്യണം. അപ്പൊ ഇന്റർവ്യൂ നടക്കുക. അപ്പൊ ഒരു പാലക്കാടൻ പട്ടരാ, അല്ലെ പട്ടന്മാരെ അറിയാവല്ലോ, നല്ല ബുദ്ധിയാ. അയാൾ അങ്ങോട്ട് കയറി ചെന്ന് സ്റ്റെപ്പ് കയറി ചെന്നപ്പം ഇന്റർവ്യൂവിന് ആൾക്കാർ ജയിക്കുക, അതിന് ചുമതലപ്പെട്ടവര്. അപ്പൊ ഒരുത്തനെ ആൾക്കാരെ ഊശിയാക്കുന്നവനാ. പട്ടർ ഇങ്ങോട്ട് കയറി വന്നപ്പം ഇരിക്കാൻ പറഞ്ഞു. പട്ടർ അവിടെ ഇരുന്നു. അപ്പൊ ഇവര് 5-8 പേര് ഇരുന്ന ഇന്റർവ്യൂ. അതിലൊരുത്തൻ ചോദിച്ചു, ആ ജോലിയുടെ വിഷയം ചോദിച്ചാൽ പോരെ, അല്ലെ പഠിച്ച വിഷയം ചോദിച്ചാൽ പോരെ, അല്ലെ ആ സ്ഥാപനത്തോട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ പോരെ. അപ്പൊ ഇവൻ പുള്ളിയെ ഇകഴ്ത്തി വെക്കാൻ വേണ്ടി ചോദിച്ചു, ഈ കാതിലെ തുള എന്തിനാണ്? അപ്പൊ പട്ടര് കാത് കുത്തിയതാ, പക്ഷെ അന്നേരം കടുക്കനില്ല, സുഷിരം കിടപ്പുണ്ട്. ഇയാൾ ചോദിക്കാം, എന്തിനാ ഈ കാത്, ഈ തുള എന്തിനാണ്? പട്ടൻ ഉടനെ പറഞ്ഞു, ഇതുപോലത്തെ ഊളം ചോദ്യം വരുമ്പോ ഇതിലെ കൂടെ പുറകോട്ട് പോകാനാണ് ഞാൻ കിടത്തിയിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഇതുപോലത്തെ ഊളം ചോദ്യം വരുമ്പോ ഇതിലെ കൂടെ കേട്ട് നേരെ പുറകോട്ട് പോകും, അകത്തോട്ട് കയറാതിരിക്കാനാണ്. മനസ്സിലായോ? അപ്പൊ നമ്മളോട് ഇങ്ങനെ പല ചോദ്യം ചോദിക്കും, അതിനൊന്നും ഇങ്ങനെയുള്ളതിനൊക്കെ മറുപടി പറയാതിരിക്കുന്നതാ നല്ലത്. പണം കണ്ട ഒരു ഊറിയ ചിരിയിരിച്ചങ്ങ് വിട്ടേക്കണം, അതിനുള്ളതേ ഉള്ളത്. അല്ല അവിടെ കിടന്ന് തെളിയിക്കാനും എടുത്ത ലൂക്കോസ് 7 അവൻ എടുക്കത്തുമില്ല, എടുത്താലട്ടോ അവൻ വായിക്കത്തുമില്ല, വായിച്ചാൽ അവന് വിശ്വാസവും ഇല്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടിൽ ഒരു ഊറിയ ചിരിയിരിച്ചങ്ങ് വിട്ടേക്കണം, അതിനുള്ളതേ ഉള്ളത്. മനസ്സിലായോ? ഒരു കാര്യം പറയാം, എല്ലാവർക്കും പ്രശ്നമില്ല. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വ്യവസ്ഥയോടെ, പ്രമാണത്തോടെ, വിശുദ്ധിയോടെ വേർപാടോടെ അവൻ നിൽക്കുന്ന നിനക്ക് ആ പ്രശ്നം. ഇതിന്റെ വീട്ടിലെല്ലാവരും പെന്തിക്കോസ് ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും പ്രതികൂലമില്ല. സഭയ്ക്കകത്ത് ധാരാളം പേര് കാണും, പക്ഷെ എല്ലാവർക്കും പ്രശ്നമില്ല. ദേശത്ത് ധാരാളം പെന്തിക്കോസുകാർ കാണും, പക്ഷെ എല്ലാവർക്കും പ്രശ്നമില്ല. ജീവിക്കുന്ന, ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ആ പോരാട്ടം. അക്കാലത്ത് കരോനാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി. അടുത്ത വാക്യം, യോഹന്നാന്റെ സഹോദരനാകുന്ന യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. എങ്ങനെയുണ്ട്? എല്ലാരെയും കൊന്നില്ലല്ലോ, എല്ലാരെയും കൊന്നില്ലല്ലോ. പക്ഷെ യോഹന്നാന്റെ സഹോദരനാകുന്ന യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. കൊല്ലുകാരനെ എല്ലാരെയും കൊല്ലണ്ടേ? സ്തോത്രം. എല്ലാവർക്കും പ്രശ്നം തന്നെ, ചിലരെ മാത്രമേ പീഡിപ്പിക്കുകയുള്ളൂ. അവൻ നോട്ട് ചെയ്യും. ചിലക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ, അവർക്കൊരു പ്രശ്നവും ഇല്ലല്ലോ, അവര് ഫ്രീ ആയിട്ട് പ്രശ്നമില്ല. എന്നാൽ ആത്മീയത്തിൽ യാതൊരു ദൈവമായിട്ട് യാതൊരു ബന്ധവും ഒരു ബന്ധവുമില്ല. ഇങ്ങനെ വേഷം കെട്ടി നടക്കുന്നല്ലാതെ ദൈവവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ യോഗത്തിനെല്ലാം വരികയും ചെയ്യും, ഫ്രണ്ടിൽ വേണേ ഇരിക്കുകയും ചെയ്യും. കൈവെക്കാൻ പറയുമ്പോ കൂടെ കൂടെ കൈവെക്കാൻ വേണ്ടി ഒരു ടാറ്റായും കൂടെ അടിക്കും. പക്ഷെ ദൈവമായിട്ട് വലിയ, ഈ ദൈവമായിട്ട് ബന്ധമുള്ളവരുടെ സംസാരവും നടപ്പും പ്രവൃത്തി ഇടപാടും സമീപനവും രീതിയെല്ലാം ആരാധന വരുമ്പോ മാത്രമല്ല, അത് കഴിഞ്ഞു. നമ്മൾ ഈ ആരാധനയ്ക്ക് ഇരിക്കുന്ന കണ്ടോണ്ട് ആരും കണക്കെടുക്കരുത്. സ്തോത്രം. 2.5 മണിക്കൂറല്ലേ 3 മണിക്കൂർ കൊണ്ടല്ല ആത്മീയം വളക്കുന്നത്. ബാക്കി 21 മണിക്കൂർ കിടക്കുക. ആ 21 മണിക്കൂറിലെ 3 മണിക്കൂറത്തെ സംസാരം കൊണ്ടല്ല അളക്കുന്നത്. 3 മണിക്കൂർ ജനവൃതമില്ലാതെ സ്തോത്രം പറച്ചില്ല. മറുഭാഷ വാക്യവും ഒത്തുവാക്യവും. പണ്ട് ML ജോർജ് കുട്ടിയുടെ അപ്പം പറഞ്ഞ ഒത്തുവാക്യവും കുത്തുവാക്യവും. ആ 3 മണിക്കൂർ കൊണ്ടല്ല ഇളക്കുന്നത്. ബാക്കി 21 മണിക്കൂർ കിടക്കുക. സ്തോത്രം. ഹെബ്രോ സഭ വന്ന് ആ കസേരയിൽ ഇരിക്കുന്ന സമയം കൊണ്ടല്ല ആത്മീയരെ അളക്കാണെന്ന്. നീ കസേര എഴുന്നേറ്റ് മിറ്റത്തോട്ട് ഇറങ്ങുമ്പോ എങ്ങനെയാ, വണ്ടിക്കകത്ത് കയറുമ്പോ എങ്ങനെയാ, നീ ആ ടൗണിൽ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ എങ്ങനെയാ,
ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ്സിൽ കയറിയാണ്. ബസ്സിൽ കയറുമ്പോ എങ്ങനെയാ? നടന്നാ പോകുന്നെങ്കിൽ നടന്നങ്ങോട്ട് പോകുമ്പോ എങ്ങനെയാ? വീട്ടിൽ ചെല്ലുമ്പോ എങ്ങനെയാ? അയലത്തുകാരുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാ? സഹോദരങ്ങളുമായുള്ള ബന്ധത്തിൽ എങ്ങനെയാ? 21 മണിക്കൂർ കിടക്കല്ലേ? ആരും മിണ്ടുന്നുമില്ല, അനക്കവുമില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് ഞാൻ എന്നെ കൂടെ പ്രതിയാക്കിയായി പറയാമേ. നിങ്ങള് വേറെ ചിന്ത ഉണ്ടാകരുത്. അയാൾ സ്വോത്രപ്രാർത്ഥന നടത്തി അവസാനം നമ്മളെ പിടികൂടാൻ തന്നെ ഇരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് ഞാനിനി എനിക്കും കൂടെ ഉള്ളതാ. ഞാൻ ഇന്നാള് പറഞ്ഞല്ലോ, സ്തോത്രം. 3 പേരിൽ എന്റെ നെഞ്ചിനാ. ഈ കേൾക്കുന്നവരെക്കാളും കൂടുതൽ ശിക്ഷ പ്രസംഗിക്കുന്നവർക്കാ. നിങ്ങളോർക്കുന്ന പ്രസംഗിക്കുന്നവര് നല്ല പിടികൂടാനിരിക്കുക. കഴിഞ്ഞ അങ്ങോട്ട് ചെല്ലുമ്പോ നിങ്ങൾക്ക് അത്ര നിങ്ങൾ പറഞ്ഞാൽ മതി ഭാഷ അതിന്റെ ഞങ്ങൾ കേട്ടതേ ഉള്ളൂ, ബാക്കിയൊക്കെ വായിച്ചു കൊടുത്ത്. പുള്ളി പറഞ്ഞല്ല, ഞങ്ങൾ വായിക്കാന്നേലും വായിച്ചില്ലാതാന്നേലും ചടികടാന്ന് വായിച്ചു കൊടുത്തു. സ്തോത്രം. വായിച്ചു കൊടുത്തുണ്ട്. പക്ഷെ കേൾക്കാതിരിക്കാൻ എഴുന്നേറ്റെങ്ങാനും പോയാൽ ഒന്നായാൾക്ക് ബോധമുള്ളവനല്ല. മൈക്ക് പുള്ളിയുടെ കയ്യില്ല. അയാൾ വേണ്ടാതിനെ വല്ലതും വിളിച്ചു പോയി. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ അങ്ങിരുന്ന് കേട്ടെന്നേ ഉള്ളത്. ദൈവമേ, നിങ്ങൾക്ക് പിന്നെയും ഇച്ചിരി എന്തോ കൺസെഷൻ ഉണ്ട്. ഞങ്ങളെ പിടി കൂടുന്നത്. അതുകൊണ്ട് ഞാൻ ശുഭാഷൊക്കെ അധികം വരായിരിക്കും 10 മിനിറ്റേ കൊടുക്കുന്നുള്ളൂ. സ്തോത്രം. കൂടുതൽ മേടിച്ചു കിട്ടുന്ന ഞാനായിരിക്കും. സ്തോത്രം. അവിടെ നിങ്ങൾ തന്നോട്ടിട്ടുണ്ട് 10 മതി, കുറച്ചു കൊടുത്താ പോരെ. കൂടുതൽ അടി മേടിക്കുന്ന ഞാനാ. സ്തോത്രം. 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 ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ, ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ. അതെ, ചാക്കോ സാർ എഴുതിയ പാട്ടാ. അപ്പം ഏത് ചാക്കോ സാറാ? മരിച്ചു പോയ ചാക്കോ സാറ്. പരുത്തും പറയാം. അപ്പൊ ഒരു ചെറിയ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വേറെ ധാരണ ഉണ്ടാകുന്നതിനാ എല്ലാരും കൂടെ വാങ്ങിച്ചാ പുള്ളി എഴുതിയത്. ക്രിസ്തുവിന്റെ മുൻപിൽ നിന്നു ന്യായം പറഞ്ഞിടുവാൻ, പാപ്പാന്മാരും മെത്രാന്മാരച്ഛന്മാരും നാസ്തികരും എല്ലാത്തികരും ന്യായം വിധിച്ചു തള്ളും മഹാദൈവം. ദുഷ്ടനെ വിധി ചൊല്ലി പുറന്തള്ളും. തേജസ്സിൻ സിംഹാസനം ന്യായമായി വിധിച്ചു.